പ്രവർത്തനങ്ങളും ഖുർആന്റെ എല്ലാ ഉത്ബോധനങ്ങളും സാമൂഹികമായ പ്രതിബദ്ധതകളെ വിലയിരുത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് ഒടുവിൽ എനിക്ക് പറയാനുള്ളത്, ഈ പ്രതിബദ്ധത നമ്മൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ടത് ഞാൻ പറയുന്നു ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടാണ്. ജനങ്ങൾക്കപ്പുറത്ത് മറ്റൊന്നും വിഭാവനം ചെയ്യുക സാധ്യമല്ല. ജനങ്ങളാണ് ലോകത്തിന്റെ മുമ്പിലെ ഏറ്റവും വലിയ മർമ്മരം. ജനങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയുക, ജനങ്ങളോടൊപ്പം നിൽക്കാത്ത ഒരാൾക്കും തന്നെ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഏതാണ് ഈ ജനം? നമ്മെ വിമർശിക്കുന്നവരല്ല, നമ്മെ ആട്ടിയോടിക്കുന്നവരല്ല, നമ്മെ കാത്തുന്നവരുമല്ല. ജനം എന്ന് പറയുന്നത് ഇവിടെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യർ തന്നെയാണ്. അവൻ പലപ്പോഴും തെറ്റ് ചെയ്യുന്നവനായിരിക്കാം, അവൻ പലപ്പോഴും പരസ്പരം പോരടിക്കുന്നവരായിരിക്കാം. പക്ഷെ അവന്റെ മുമ്പിൽ നീ എന്നും കാർമ്മികനായി നിൽക്കുമ്പോൾ മാത്രമേ നിന്നെ അംഗീകരിക്കാൻ അവൻ സന്നദ്ധനാവുകയുള്ളൂ. ജനം എന്നൊരു പ്രതിഭാസത്തിനപ്പുറത്ത് ലോകത്ത് പൊതുപ്രവർത്തനമായിട്ടൊന്നുമില്ല എന്നതുകൊണ്ട് തന്നെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവർക്കായി അള്ളാഹുവിന്റെ മണ്ണിൽ പടുതീർക്കപ്പെട്ട സാമൂഹ്യ സേവനത്തിന്റെ രാഷ്ട്രീയത്തിന്റെ മർമ്മങ്ങളിൽ ധ്യാനിച്ചിരുന്ന ആളുകൾ ഒന്ന് നോക്കുക, ജനങ്ങൾക്കപ്പുറത്ത് ഒന്നും വായിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഏത് പ്രതിസന്ധിയിലും ചില ആളുകൾ തെരഞ്ഞെടുപ്പിൽ വഹിച്ചു വരാറുണ്ട്. എന്റെ കാര്യം, അയാൾ ജനങ്ങൾക്കൊപ്പമാണ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ആർക്കും കഴിയില്ല. ലോകത്ത് ഒരു സമൂഹത്തിലെ 90% ആളുകളുടെയും പിന്തുണ വാങ്ങിക്കാനേ കഴിയില്ല. പക്ഷെ എന്നാൽ പോലും ഒരു സമൂഹം ഇവിടെ ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് പറയുന്നിടത്ത് നമ്മൾ പൊതുപ്രവർത്തനം എത്തിച്ചേരേണ്ടതുണ്ട്. അങ്ങനെ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട്, ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, ജനങ്ങളുടെ ദുഃഖവും പരിവട്ടവും പുരോഗതിയും കയ്യിലേന്തിക്കൊണ്ട് നമ്മുടെ നാടിന്റെ അഭിമാനമായി ഇനിയും ഒരുപാട് സ്ഥാനങ്ങൾ ലഭിക്കാൻ സുബൈറിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിൽക്കുന്നു. നിങ്ങൾക്ക് നല്ലത് കേട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.